കുറച്ച് ഇഞ്ചി ഇഞ്ചി ഒരു ഇതാടുണ്ട്. നമുക്കിനി വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഉള്ളി ഇടാം. ഉള്ളി ചുവന്നുള്ളി ചെറുത്. നമ്മളിടുന്നത് പച്ചമുളകും വേപ്പിലയും ആണ്. അതിടാ. പച്ചമുളകും വേപ്പില. തക്കാളിയാണ്. തക്കാളി ഇടാം. ഓക്കെ. ഇതുകൊണ്ട് നമ്മൾ മാങ്ങയാണ്. എന്നിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ഇടണം. കാരണം ഉപ്പ് ഇട്ടിട്ടില്ല അമ്മ. മാങ്ങ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കാൻ. ഓക്കെ. ഇത് തൈരും തേങ്ങയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ക്യാരറ്റ് അരിഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കണം. ഇനി നമ്മളിടാൻ പോകുന്നത് സവാളയാണ്. സവാള ഇടയാണ്. ഓക്കെ. കുടപ്പുളി ഒരു 2 അല്ലി നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതിയാവും. അത് ഇടാനുള്ളതാണ് നമുക്ക്. ഇപ്പോൾ സവാള ഒരു പകുതി ആയിട്ടുണ്ട്. അത് ശരിക്കും വാടിപ്പോകരുത്. നമുക്ക് കടിച്ച് തിന്നാനുള്ളതാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ 1 മണിക്കൂർ മുന്നേ മീൻ ഉപ്പും മുളകും പുരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഓൾറെഡി അവിടെ മുളക് പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. ഓക്കെ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്. മല്ലിപ്പൊടി കുറച്ച് സമയം എടുക്കുമെന്ന് നോക്കുക. അതുകൊണ്ട് സ്വല്പം നേരം ഇങ്ങനെ നമ്മൾ കാണിക്കണം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത്, ഇത്ര നേരം നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇത് ഓയിലാണ് ഇത് ഉണ്ടാക്കിയേക്കണം. നമ്മളിനി ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ കുടംപുളി ഇട്ട്. കുടംപുളി കണ്ടല്ലോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. എന്താ ഇതിനകത്തേക്ക് നമ്മളിനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിലെ ക്യാരറ്റും തേങ്ങയും പിന്നെ തൈരും കൂടി അത് ചേർക്കണം. ഓക്കെ. ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചേക്കണത് ചേർക്കാം. ഓക്കെ. ഇത് തിളക്കട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മീനിനകത്തേക്ക് ഇടാം. ഓക്കെ. നമ്മൾ ഇതിനെ കലത്തിന്ന് നേരെ ഇങ്ങോട്ട് മാറ്റി. കാരണം ഇങ്ങോട്ട് ഈ നമ്മുടെ മീനിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മീൻ ചാടിപ്പോവും. ജീവനില്ലെങ്കിലും ഇത് നിറഞ്ഞാൽ ചാടിപ്പോവില്ല. ഈ സാധനമാണ് നമ്മുടെ നൈസീർ എന്ന് പറയുന്ന മീൻ. നമുക്ക് വേണമെങ്കിൽ നസീർ എന്ന് വിളിക്കാം. ഇവിടെ ലോക്കൽ മീനാണ്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഈ കറിയുടെ കൂട്ട് ഇതൊരു പരീക്ഷണമാണ്. പക്ഷെ ഇപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടാ. ആരാന്ന് വെച്ചാൽ വന്നോളൂ. ദുബായിലേക്ക് വരണം, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ കിടക്കാം. ഓരോരുത്തരായിട്ട് പിടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് മുക്കാം. എന്താ ഇവിടെ കിടന്നുകൊണ്ട് എന്താ മതി, വേറെ പരിപാടിയൊന്നുമില്ല. കഴിഞ്ഞു, ഫൈനൽ. അങ്ങനെ ചടി പോരുന്നട്ടാ. ആഹാ. വേറെ അല്പം കൂടി വെള്ളം ഒഴിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ മുകളിൽ പൊന്തി നിൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കുറേ കണ്ടു കഴിഞ്ഞാൽ വറ്റിപ്പോകും വെള്ളം. ഇത് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡി. നമുക്കിനി ഇറക്കാം തിളച്ച് കഴിഞ്ഞാൽ. ഓക്കെ. ഇനി ഞാൻ അതിൻ്റെ ഫോട്ടോ ഇടുള്ളൂ കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ സാധനം റെഡിയായി. ഞാൻ ഫോട്ടോ ഇടാൻ പറഞ്ഞു, എന്നാലും മീനൊന്ന് കാണിച്ചില്ല. മീൻ എന്തിനുണ്ട് നമ്മുടെ കറി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം, വന്ന് ഒരു നേരം കഴിച്ചിട്ട് പോവാം. ഓക്കെ.